ഹലോ എവരിവൺ, നമ്മൾ കപ്പ ബിരിയാണി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ, വായോ. നമ്മൾ ഏകദേശം ഒരു 10 കിലോ കപ്പ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കപ്പ നുറുക്കുന്നത്, അപ്പോൾ വേഗം കഴിയുമല്ലോ. ഏട്ടന് 4 അമ്മാവന്മാരുണ്ട്. അതിലൊരു അമ്മാവിൻ്റെ മോനാണിത്, പ്രണവ്. നമ്മൾ കപ്പയ്ക്കും ചിക്കനും ആവശ്യമായി ഇഞ്ചിയും വെളുത്തുള്ളി സവോളയും പച്ചമുളകൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കപ്പയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തു, പച്ചമുളക് 2ആക്കി കീറി വെച്ചു. നമ്മുടെ ചിക്കൻ ദാ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 7 കിലോയോളം ചിക്കനാണ് ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്യുവാണല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അത്യാവശ്യം വലിയൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത്രയധികം ചിക്കൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിന് പാകത്തിനുള്ള പൊടികളും ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് പൊടികൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കപ്പ കൂടി വേകാൻ വേണ്ടി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്ത് വയ്ക്കാം. പൊടികളൊക്കെ നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കൻ കറിയുടെ ഫുൾ ഇൻചാർജ് എൻ്റെ ഹസ്ബൻഡിനും ഏട്ടൻ്റെ 2ാമത്തെ അമ്മാവിൻ്റെ മോൻ വിഷ്ണുവിനും കൂടെയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത് കല്ലടിക്കോടുള്ള ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അമ്മയ്ക്ക് 4 ആങ്ങളമാരാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് നമ്മുടെ ഗ്രേവി ചിക്കനുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലേ. പണ്ട് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ തറവാട് വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്നതും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതും നമ്മൾ പിള്ളേരൊക്കെ അടുക്കളയിലും ഉമ്മറത്തും ഹാളിലും ഒക്കെ കയറി ഇറങ്ങി കളിച്ചിരുന്നതൊക്കെ ഇപ്പം അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു നൊസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ കപ്പ തിളയ്ക്കാൻ നല്ലപോലെ മടി കാണിക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ടീമാണെങ്കിൽ അപ്പുറത്തെ എൻ്റർടൈൻമെൻറ്റിന് തന്നെ ഒരു ടീമുണ്ട്. അവരവിടെ പാട്ടും മൈക്കൊക്കെ വെച്ചിട്ട് ഗെയിംസും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. നമ്മളിടയ്ക്ക് അവിടെ പോയി ജോയിൻ ചെയ്യും. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു രസമല്ലേ. ഫുഡ് കഴിച്ചിട്ട് വേണം എല്ലാവർക്കും കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ഉള്ളിലുള്ള പുകയില്ലാത്ത അടുപ്പിലിരുന്ന് തിളച്ച് വരാൻ കപ്പ ഭയങ്കരമായിട്ട് മടി കാണിച്ചതുകൊണ്ട് പുറത്ത് അടുപ്പ് കൂട്ടി നല്ലോണം വിറക് വെച്ചൊന്ന് കത്തിച്ച് കൊടുത്തപ്പോൾ കപ്പ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ കറിയും കുറച്ച് നേരം പുറത്ത് അടുപ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇച്ചിരി കൂടെ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. അടുപ്പിൽ വെച്ച് കഴിയുമ്പം ടേസ്റ്റ് ഇച്ചിരി കൂടുമല്ലോ. ചിക്കൻ കറിയും ഇതാ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു വേഗം പോയി മല്ലിയിലയും സവോളയും ചെറുതായി അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ ബിരിയാണിക്ക് ഒരു നല്ല ഫ്ലേവർ തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ മല്ലിയിലയും സവോളയും. ഇനി നമുക്ക് ചിക്കൻ കറി കപ്പപ്പുഴുക്കുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അമ്മമാരും അമ്മായിമാരും കൂടെ ചേർന്നിട്ട് എന്നെ എന്തോ പറഞ്ഞ് ട്രോളുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ എൻ്റെ മുഖത്തുള്ള ഈ ചിരി. എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ ഇളക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് ഇരുന്നാണ് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടും ഇളക്കുന്ന ചട്ടുകത്തിനൊട്ടും കനം ഇല്ലായിരുന്നതുകൊണ്ടും ഇളക്കിയെടുക്കാൻ നല്ലപോലെ പാടുപെട്ടു.
എൻ്റെയൊക്കെ വീട്ടിൽ നയമ്പ് വെച്ചിട്ടാണ് കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും ഒക്കെ കുഴയ്ക്കുന്നത്. അത് ഇച്ചിരി കൂടി സ്ട്രോങ് ആയതുകൊണ്ട് ഒടിഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട, നന്നായിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. ലാസ്റ്റ് നമുക്ക് കപ്പ ബിരിയാണിയിലോട്ട് മല്ലിയിലയും സവോളയും ഇട്ടുകൊടുത്ത് ഗാർണിഷ് ചെയ്യാം. ഈ മല്ലിയിലയും സവോളയും ആണല്ലോ കപ്പ ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റുമാണ്, ഒരു ഫ്ലേവർ കിട്ടാനുമാണ്. നമ്മൾ മെയിനായിട്ട് കപ്പ ബിരിയാണി മേടിക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഉണ്ടാകുന്ന മല്ലിയിലയും സവോളയാണല്ലോ. ഇനി കപ്പ ബിരിയാണി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ പാകത്തിന് ഉപ്പൊക്കെ കറക്റ്റാണ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമുക്ക് മറ്റ് ഷെഫുകളുടെ അഭിപ്രായം കൂടെ അറിയേണ്ടതുണ്ട്, അവർക്കും കൂടെ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി എല്ലാവർക്കും സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണിയുടെ എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടണമെന്നൊന്നും വിചാരിച്ച് ഷൂട്ട് ചെയ്തതല്ല. നമ്മൾ തറവാട്ട് വീട്ടിൽ ഏട്ടൻ്റെ അമ്മയുടെയൊക്കെ വീട്ടിൽ, ഏട്ടൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ ആങ്ങള സുരമാമൻ്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞു, എന്നാൽ നമുക്കത് ചെയ്യാം. പ്ലാൻ പാസ്സായി. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലാണെങ്കിലും അടുത്ത വർഷമാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാനും നമ്മുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് അല്ലേ, അത് നമുക്ക് കാണാനും ഒക്കെ പറ്റുമല്ലോ, നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ ഓർത്തിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നീടാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഇടാനും കുറച്ച് വൈകി. നമ്മൾ ഓണത്തോടനുബന്ധിച്ചാണ് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത്. ഓണത്തിന് എല്ലാവരും തറവാട്ട് വീട്ടിലാണ് കൂടിയത്. ഓണത്തിൻ്റെ എപ്പിസോഡ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇച്ചിരി വൈകിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടി. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. നമുക്ക് കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഉണ്ടാക്കിയവർക്കും ഒക്കെ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ, നമ്മൾ എപ്പോഴേലും അല്ലേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതിന് കുറവുകളൊന്നുമില്ല, എല്ലാം നല്ലതായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനി എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മാവന്മാരും അമ്മായിമാരും എല്ലാവരും കൂടിയിരുന്നിട്ട് എൻ്റെ ഓണം വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവരും പാട്ട് പാടും, മൈക്കിലൊക്കെ പാട്ട് പാടും. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ ചെറിയ സൗണ്ടിലൊക്കെ മൈക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും അവരവരുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കഴിവുകളൊക്കെ പുറത്തെടുക്കും. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടിയുള്ള ഫാമിലിയിൽ കൂട്ടുകുടുംബം പോലെ എല്ലാവരും നമ്മൾ എപ്പോഴേലൊക്കെ ഒരുമിച്ച് കൂടുകയും അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ നമ്മൾ ട്രിപ്പ് പോവുകയൊക്കെ ചെയ്യുമല്ലോ. ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. അപ്പം നല്ല സന്തോഷമല്ലേ. ഞാൻ ഓരോന്ന് പറഞ്ഞിരുന്ന് വൈൻഡപ്പ് പറയാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സൈനിങ് ഓഫ് ഹൃദയ പ്രവീൺ.